ശ്രദ്ധിക്കൂ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്ന ഒരു ടേമിനെ കുറിച്ചിട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചത് ഓർമ്മ വേണം. ഞാനിപ്പോൾ ഒരു കണ്ടക്ടർ എടുത്തു. ഒരു കണ്ടക്ടർ, കോപ്പർ കൊണ്ടുണ്ടാക്കിയ ഒരു വയർ. ഇതൊരു കോപ്പർ വയറാണ്. ശ്രദ്ധിച്ചോണം, മെറ്റീരിയൽ, ഇത് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ കോപ്പറാണ്. കോപ്പർ കൊണ്ടുള്ള ഈ വയറിൻ്റെ ലെങ്ത് L ഉണ്ട്, ഏരിയ ക്രോസ് സെക്ഷൻ A ഉണ്ട്. ഈ കോപ്പർ വയറിൻ്റെ റെസിസ്റ്റൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച അനുസരിച്ച് ഇതിൻ്റെ റെസിസ്റ്റൻസ് ഇതിൻ്റെ ലെങ്ത്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. R പ്രൊപ്പോർഷണൽ ടു L ആണ്. ലെങ്ത് കൂടുന്നതിനനുസരിച്ച് ഈ വയറിൻ്റെ റെസിസ്റ്റൻസ് കൂടും. ഏരിയയ്ക്ക് ഇൻവേഴ്സിലി പ്രൊപ്പോർഷണലാണ്. ഇത് എന്തുകൊണ്ടുണ്ടാക്കിയ വയറാണ്? കോപ്പർ വയറാണ്. അതൊരു 30 ഡിഗ്രി സെൽഷ്യസിൽ സൂക്ഷിച്ചിരിക്കുന്ന കോപ്പർ വയറാണ്. അപ്പോൾ ഈ മെറ്റീരിയലിൻ്റെ, ഈ വയറിൻ്റെ മെറ്റീരിയൽ മാറ്റമില്ല, അത് കോപ്പറാണ്. ഇതിൻ്റെ ടെമ്പറേച്ചർ 30 ഡിഗ്രി തന്നെ വെച്ചിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ ഈ കണ്ടക്ടറിൻ്റെ ലെങ്ത് കൂട്ടിയാൽ അതിൻ്റെ റെസിസ്റ്റൻസ് കൂടും. ഈ കണ്ടക്ടറിൻ്റെ ഏരിയ കുറച്ചാൽ റെസിസ്റ്റൻസ് കൂടും, അല്ലെങ്കിൽ ഏരിയ കൂട്ടിയാൽ റെസിസ്റ്റൻസ് കുറയും. അങ്ങനെയാണെങ്കിൽ R ഇസ് ഈക്വൽ ടു, ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ കോൺസ്റ്റന്റ് റോ ഇൻറ്റു L/A എന്ന് എഴുതാം. ഓക്കെ, ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് റോയെ വിളിക്കുന്ന പേര് ഈ കണ്ടക്ടറിൻ്റെ അല്ല, ഈ കണ്ടക്ടർ ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയലിൻ്റെ, അഥവാ മെറ്റീരിയൽ ഏതാ ഇവിടെ? കോപ്പറിൻ്റെ. കണ്ടക്ടറിൻ്റെ അല്ല, റെസിസ്റ്റൻസ് കണ്ടക്ടറിൻ്റെ എന്നാണ് പറയുന്നത്. പക്ഷെ ഇത് കോപ്പറിൻ്റെ 30 ഡിഗ്രി സെൽഷ്യസിൽ കോപ്പർ എന്ന് പറയുന്ന മെറ്റീരിയലിൻ്റെ റെസിസ്റ്റിവിറ്റി എന്നാണ് റോയെ വിളിക്കുന്ന പേര്. where rho is a constant called resistivity of the material. That is, here it is copper of the conductor. കണ്ടക്ടറിൻ്റെ മെറ്റീരിയലിൻ്റെ റെസിസ്റ്റിവിറ്റി എത്ര ഡിഗ്രി സെൽഷ്യസിലുള്ള? 30 ഡിഗ്രി സെൽഷ്യസിലുള്ള റെസിസ്റ്റിവിറ്റി എന്നാണ് ഇതിനെ വിളിക്കുക. അപ്പോൾ ദാറ്റ് ഈസ് റോ ഇസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് എഴുതാം, റോ ഇസ് ഈക്വൽ ടു RA/L. Rho is equal to RA/L. Rho is called resistivity of the material of the conductor എന്നാണ് റോയെ വിളിക്കുന്ന പേര്. ഇനി ഈ റെസിസ്റ്റിവിറ്റി നമുക്കറിയാം, R എന്ന് പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ അനുസരിച്ചിട്ട് ഒരു കണ്ടക്ടറിൻ്റെ Rൻ്റെ മറ്റൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. R is equal to ML divided by NAE square tau എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ പഠിച്ച് ഓർക്കുന്നുണ്ടാവാം. ഇവിടെ എഴുതിയിരിക്കുന്നത് R is equal to L/A, ഇവിടെ എഴുതിയിരിക്കുന്നത് R is equal to ML divided by NAE square tau. അപ്പോൾ ഇവിടെ Lഉം Aയും ഒഴിച്ചാൽ ബാക്കി വന്നിരിക്കുന്നതെല്ലാം റോയ്ക്ക് പകരം വന്നിരിക്കുന്നതല്ലേ. അപ്പോൾ ഇതും ഇതൂടെ ഒന്ന് കമ്പയർ ചെയ്താൽ ഒരു മെറ്റീരിയലിൻ്റെ റെസിസ്റ്റിവിറ്റി റോ ഇസ് ഈക്വൽ ടു എന്തെഴുതാൻ പറ്റും? M divided by NE square tau എന്ന് എഴുതാം. അപ്പോൾ ഒരു മെറ്റീരിയലിൻ്റെ റെസിസ്റ്റിവിറ്റി എന്തിനെയൊക്കെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലായത്. M എന്താണ്? അതിനകത്തൊരു ഇലക്ട്രോണിൻ്റെ മാസാണ്, അത് കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ N എന്താണ്? ആ മെറ്റീരിയലിൻ്റെ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം. അതായത് കോപ്പറിൻ്റെ N അല്ല, സിൽവറിനകത്തുള്ള നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. അപ്പോൾ മെറ്റീരിയൽ മാറുന്നതിനനുസരിച്ച് റെസിസ്റ്റിവിറ്റി മാറും. അപ്പോൾ ഓരോ മെറ്റീരിയലിനും ഓരോ റെസിസ്റ്റിവിറ്റി ആണെന്ന് മനസ്സിലായി. അതോടൊപ്പം തന്നെ ഈ കോൺസ്റ്റന്റ് ഇലക്ട്രോണിന്റെ ചാർജ് പിന്നെ ബന്ധമുള്ളത് ടോയുമായിട്ടാണ്. ടോയ്ക്ക് എന്തുമായിട്ടാണ് അടിസ്ഥാനപരമായി ബന്ധമുള്ളത്? ടെമ്പറേച്ചറുമായിട്ടാണ്. റിലാക്സേഷൻ ടൈമിന് ബന്ധം ടെമ്പറേച്ചറുമായിട്ടാണ്. ചുരുക്കത്തിൽ റെസിസ്റ്റിവിറ്റി M കോൺസ്റ്റന്റ് ആണ്, ഇലക്ട്രോണിന്റെ ചാർജ് കോൺസ്റ്റന്റ് ആണ്. പിന്നെ എന്തിനെയൊക്കെ ആശ്രയിച്ചിരിക്കുന്നത്? N-നെയും ടോയെയും. N എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? മെറ്റീരിയൽ. അപ്പോൾ മെറ്റീരിയൽ മാറുന്നതിനനുസരിച്ച് റെസിസ്റ്റിവിറ്റി മാറും. സിൽവറിന്റെ റെസിസ്റ്റിവിറ്റി അല്ല കോപ്പറിൻ്റെത്, അതല്ല അയണിൻ്റെത്. അതുപോലെ എന്തിനെ ആശ്രയിച്ചിരിക്കും? ടെമ്പറേച്ചറിനെ ആശ്രയിച്ച്. സിൽവറിന് 30 ഡിഗ്രി സെൽഷ്യസിലെ റെസിസ്റ്റിവിറ്റി അല്ല, സിൽവറിന് തന്നെ 50 ഡിഗ്രി എത്തുമ്പോൾ റെസിസ്റ്റിവിറ്റി. അപ്പോൾ ഒരു മെറ്റീരിയലിൻ്റെ റെസിസ്റ്റിവിറ്റി ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് മാറും. പൊതുവിൽ റെസിസ്റ്റിവിറ്റി മെറ്റീരിയലിന്, ഓരോ മെറ്റീരിയലിനും ഓരോ റെസിസ്റ്റിവിറ്റിയാണ്. ആ മെറ്റീരിയലിന് തന്നെ പല ടെമ്പറേച്ചറിലും റെസിസ്റ്റിവിറ്റി പലതാണ്. ഈ കാര്യം മനസ്സിലാക്കിക്കോണം. റെസിസ്റ്റിവിറ്റി ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ദ കണ്ടക്ടർ എന്നാണ് ഇത്. റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്ന സാധനം കുറച്ചും കൂടെ ഒന്ന്
നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. റെസിസ്റ്റിവിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു എക്സ്പെരിമെൻ്റ് നമുക്ക് പഠിക്കാനുണ്ട്. റെസിസ്റ്റിവിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു എക്സ്പെരിമെൻ്റ് പഠിക്കാനുണ്ട്. നമുക്ക് ആ ലാബിൽ ചെയ്യാനുള്ളതാണ് ആ എക്സ്പെരിമെൻ്റ്. ആ എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോൾ നമുക്ക് റെസിസ്റ്റിവിറ്റിയും റെസിസ്റ്റൻസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു മെറ്റീരിയലിൻ്റെ റെസിസ്റ്റിവിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്തുവാ? നമ്മൾ പഠിച്ചത് R proportional to L by A, R is equal to rho L by A എന്നാണ്. Rho is equal to R A by L. ഇതാണ് ഒരു മെറ്റീരിയലിൻ്റെ റെസിസ്റ്റിവിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. Rho is equal to R A by L. ലാബിൽ കയറി നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ലാബിൽ ഒരു 50 പേര് കയറിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും സിൽവർ കൊണ്ടുണ്ടാക്കിയ ഓരോ വയർ നിങ്ങൾക്ക് എല്ലാവർക്കും തരികയാണ്. അല്ലെ, എല്ലാവരും 50 പേർക്കും നൽകിയിരിക്കുന്നത് സിൽവർ കൊണ്ടുണ്ടാക്കിയ ഒരു വയറാണ്. ലാബിലെ ടെമ്പറേച്ചർ 32 ഡിഗ്രി സെൽഷ്യസ് ആണ്, നോർമൽ ടെമ്പറേച്ചർ. അപ്പോൾ നിങ്ങളോട് കണ്ടെത്താൻ ആവശ്യപ്പെടുന്നത്, യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ഔട്ട് ദ റെസിസ്റ്റിവിറ്റി ഓഫ് സിൽവർ, ദ മെറ്റീരിയൽ സിൽവർ അറ്റ് 32 ഡിഗ്രി സെൽഷ്യസ്. Resistivity of the silver at 32 degrees Celsius. For that you are given a silver wire, a wire made up of silver, and the temperature of the lab is 32 degrees Celsius. So how will you find out rho? Rho is equal to R A by L. ഒരു മെറ്റീരിയലിൻ്റെ റോ കണ്ടെത്താൻ ആ മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയ ഒരു വയർ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ മെറ്റീരിയൽ സിൽവർ ആണ് കണ്ടുപിടിക്കുന്നത്, സിൽവർ കൊണ്ടുള്ള വയർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ വയറിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക, ആ വയറിൻ്റെ ഏരിയ ക്രോസ് സെക്ഷൻ കണ്ടുപിടിക്കുക, ആ വയറിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കുക. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ആ വയർ ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയലിൻ്റെ റെസിസ്റ്റിവിറ്റി കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തോ തന്നിട്ടുള്ളത്? സിൽവർ വയർ. എന്തോ കണ്ടുപിടിക്കേണ്ടുന്നത്? സിൽവറിൻ്റെ റെസിസ്റ്റിവിറ്റി. എത്ര ഡിഗ്രിയിൽ? 32 ഡിഗ്രിയിൽ. അപ്പോൾ അവിടെ സിൽവർ ഇപ്പോൾ 32 ഡിഗ്രിയിൽ ഇരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്നത്, നിങ്ങൾക്ക് തന്നിട്ടുള്ള വയറിൻ്റെ R വേണം, നിങ്ങൾക്ക് തന്നിട്ടുള്ള വയറിൻ്റെ A വേണം, നിങ്ങൾക്ക് തന്നിട്ടുള്ള വയറിൻ്റെ L വേണം. അത് കണ്ടുപിടിച്ച് കൊടുത്താൽ റോ കിട്ടും. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ആദ്യത്തെ ലക്ഷ്യം എന്നുള്ള നിലയിൽ R കണ്ടെത്താൻ പോവുകയാണ്. ടു ഫൈൻഡ് R, നമ്മൾ നിങ്ങളുടെ റെസിസ്റ്റൻസ് കണ്ടെത്തണം. വയറിൻ്റെ റെസിസ്റ്റൻസ് കണ്ടെത്താനുള്ള ഒരു ഇക്വേഷൻ, ഏതൊരു വയറിൻ്റെയും ഏതൊരു സാധനത്തിൻ്റെയും റെസിസ്റ്റൻസ് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ അതിന് അക്രോസ് ആയിട്ട് ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യണം. അതിലൂടെ ഒഴുകുന്ന കറണ്ട് കണ്ടുപിടിക്കണം. വോൾട്ടേജിനെ കറണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ആ സാധനത്തിൻ്റെ റെസിസ്റ്റൻസ്. മനസ്സിലാക്കണം, ഏത് ഡിവൈസിൻ്റെയും ഏത് വയറിൻ്റെയും എന്ത് സാധനത്തിൻ്റെയും റെസിസ്റ്റൻസ് കണ്ടെത്താൻ അതിൻ്റെ അക്രോസ് ആയിട്ടൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്യണം. അതിലൂടെ ഒഴുകുന്ന കറണ്ട് കണ്ടെത്തണം. വോൾട്ടേജിനെ കറണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് റെസിസ്റ്റൻസ്. അതാണ് ഓംസ് ലോ പറയുന്നത്. V/I എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും ഒരു വയറിനെ സംബന്ധിച്ച്. അതിന് എത്ര V കൊടുത്താലും അതിനനുസരിച്ച് I മാറും. V/I എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആ V/I ആണ് അതിൻ്റെ റെസിസ്റ്റൻസ് എന്നാണ് പഠിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള വയറിൻ്റെ റെസിസ്റ്റൻസ് കണ്ടെത്താൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഓംസ് ലോയാണ്. ഓംസ് ലോ ഉപയോഗിച്ച് കണ്ടെത്തണമെങ്കിൽ R is equal to V/I ആണ്. അതിന് നിങ്ങൾ ചെയ്യേണ്ടുന്നത്, നിങ്ങളുടെ വയർ എടുത്തിട്ട് ഈ സർക്യൂട്ട് ഡയഗ്രം നോക്ക്. ഇതാണ് വയർ. ഇങ്ങനെയൊക്കെ വരച്ചിരിക്കുന്നതിൽ ഇതാണ് നിങ്ങളുടെ ഗിവൺ വയർ. നൂന്നിരിക്കുന്നതാണ്, പക്ഷേ സിമ്പിൾ കൊടുക്കുമ്പോൾ ഇങ്ങനെ റെസിസ്റ്റൻസ് ആയിട്ട് ഇങ്ങനെ സിമ്പിൾ കൊടുത്താൽ നൂന്നിരിക്കുന്ന വയർ. ഈ വയറിൻ്റെ അക്രോസ് ആയിട്ട് വോൾട്ടേജ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബാറ്ററി കൊടുത്തു. ഒരു ബാറ്ററി കണക്ട് ചെയ്യുമ്പം ഈ ബാറ്ററിയുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈ വയറിന് കിട്ടും. ആ വയറിന് അക്രോസ് ആയിട്ട് എത്ര വോൾട്ടേജ് ഉണ്ടെന്ന് അറിയാൻ വോൾട്ട് മീറ്റർ എന്ന് പറയുന്ന ഒരു ഡിവൈസ് കണക്ട് ചെയ്തു. ലാബിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്യേണ്ടതാണ്. വോൾട്ട് മീറ്റർ എന്ന് പറഞ്ഞൊരു ഡിവൈസ് കണക്ട് ചെയ്തു. ഇനി അന്നേരം ഇതിനകത്തൂടെ ഒഴുകുന്ന കറണ്ട് ഈ സർക്യൂട്ടിൽ കൂടെ ഈ റെസിസ്റ്റൻസിൽ കൂടെ ഒഴുകുന്ന കറണ്ട് ആയിരിക്കും ഒഴുകി പോകുന്നത്. എന്താണെന്നറിയാൻ ഇവിടെ എവിടെയെങ്കിലും ഒരു അമ്മീറ്റർ പിടിപ്പിച്ചു. അമ്മീറ്റർ എന്താണെന്ന് തരും? കറണ്ട് അളന്ന് തരും. അപ്പോൾ ഇവിടെ ബാറ്ററി കൊടുക്കുന്ന വോൾട്ടേജ് എത്ര ഉണ്ടെന്ന് നോക്കാം. അന്നേരം ഈ സർക്യൂട്ടിൽ കൂടെ ഒഴുകുന്ന കറണ്ട് എത്ര ഉണ്ടെന്ന് അറിയാം. V അളക്കാം, I അളക്കാം. V/I കണ്ടുപിടിക്കുമ്പോൾ ഈ വയറിൻ്റെ R കിട്ടും.
പക്ഷേ ഫിസിക്സിൽ നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ ഒരു തവണ അല്ല 6 കണ്ടുപിടിക്കുന്നത്, ആവർത്തിച്ച് 6 കണ്ടുപിടിച്ചതിൻ്റെ മീനാണ് എടുക്കുന്നത്, റാൻഡം എറർ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, വേറൊരു വി അപ്ലൈ ചെയ്യണം, അന്നേരമുള്ള ഐ കണ്ടുപിടിക്കണം. ആ വി ഐ കൊണ്ട് കണ്ടുപിടിക്കുമ്പോൾ നേരത്തെ കിട്ടിയത് തന്നെ കിട്ടും. അതാണ് ഈ വയറിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പം ഈ വി മാറ്റാൻ ബാറ്ററി മാറ്റി കൊടുക്കേണ്ട കാര്യമില്ല. അതൊക്കെ ലാബിൽ ചെല്ലുമ്പോൾ മനസ്സിലാവും. ഇവിടെ ഒരു റിയോസ്റ്റാറ്റ് പിടിപ്പിക്കുക. ഞാൻ ഒരു റിയോസ്റ്റാറ്റ് എന്ന് പറഞ്ഞൊരു ഡിവൈസ് ഉണ്ട്. റിയോസ്റ്റാറ്റ് ഇങ്ങനെ മാറ്റിയാൽ ബാറ്ററിക്ക് ഇപ്പോൾ 6 വോൾട്ട് ബാറ്ററി ആണെങ്കിൽ റിയോസ്റ്റാറ്റ് മാറ്റി ബാറ്ററിയുടെ 6 വോൾട്ടിൽ നിന്ന് 1 വോൾട്ട് ഇവിടെ കൊടുക്കാം. അന്നേരമുള്ള കറണ്ട് കണ്ടുപിടിക്കാം. റിയോസ്റ്റാറ്റ് മാറ്റിയാൽ 1 വോൾട്ടിന് പകരം 6ൽ നിന്ന് 2 വോൾട്ട് ഇവിടെ കൊടുക്കാം. അപ്പോൾ അന്നേരമുള്ള കറണ്ട് കണ്ടുപിടിക്കാം. വീണ്ടും റിയോസ്റ്റാറ്റ് മാറ്റിയാൽ 3 വോൾട്ട് കൊടുക്കാം, 4 വോൾട്ട് കൊടുക്കാം. അന്നേരം എങ്ങനെ എത്ര വരെ കൊടുക്കാം? 6 വോൾട്ട് വരെ പരമാവധി ഈ ബാറ്ററിയിൽ നിന്ന് ഈ റെസിസ്റ്റൻസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ റിയോസ്റ്റാറ്റ് മാറ്റിക്കൊണ്ട് ഓരോ തവണയും ഈ ബാറ്ററി ഈ വിക്ക് ഇതിന് എക്രോസ് ആയിട്ടുള്ള വി നിങ്ങൾ നോക്കുന്നു, എത്രയാണെന്ന് എഴുതുന്നു. അന്നേരമുള്ള ഐ നിങ്ങൾ നോക്കുന്നു, എത്രയാണെന്ന് എഴുതുന്നു. അപ്പുറത്ത് നിങ്ങൾക്ക് കിട്ടിയ ഈ വിയെ ഈ ഐ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് റെസിസ്റ്റൻസ് കിട്ടി. റിപ്പീറ്റ് ചെയ്യാൻ നിങ്ങൾ വീണ്ടും റിയോസ്റ്റാറ്റ് മാറ്റുന്നു, വേറൊരു വി ഇതിനെ ക്രോസ് ആയിട്ട് കൊടുക്കുന്നു. അപ്പോൾ വേറൊരു ഐ ആയിരിക്കും ഒഴുകുന്നത്. ആ വിയെ ഐ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നേരത്തെ കിട്ടിയത് തന്നെ കിട്ടും. വി ബൈ റിമൈൻസ് എ കോൺസ്റ്റന്റ് എന്നാണ് ഓംസ് ലോ പറയുന്നത്. പിന്നെ വി മാറ്റുക, ഐ കണ്ടുപിടിക്കുക, വി ഐ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് കിട്ടും. ഇതൊരു 5-6 തവണ കണ്ടുപിടിച്ച് ചിലപ്പം ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ 6 എണ്ണത്തിൻ്റെയും കൂടെ മീൻ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വയറിൻ്റെ റെസിസ്റ്റൻസ് കിട്ടും. അപ്പം നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് തന്നിട്ടുള്ള വയർ ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന സർക്യൂട്ട് ഉണ്ടാക്കി 50 പേരും റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുക. എല്ലാവർക്കും ഒരേ റെസിസ്റ്റൻസ് ആയിരിക്കുമോ കിട്ടുന്നത്? ആവണമെന്നില്ല. കാരണം പലർക്കും നൽകിയിരിക്കുന്നത് പല നീളവും പല വണ്ണവും ഒക്കെയുള്ള വയറായിരിക്കും. പക്ഷേ എല്ലാം സിൽവർ കൊണ്ട് ഉണ്ടാക്കിയതാണ്. പക്ഷേ നീളവും വണ്ണവും ഒക്കെ വ്യത്യാസം കാണാം. നീളവും വണ്ണവും വ്യത്യാസം മാറിയാൽ അതിൻ്റെ റെസിസ്റ്റൻസ് നിങ്ങൾ കണ്ടുപിടിച്ച് കിട്ടുന്നതും വ്യത്യാസമായിരിക്കും. അപ്പോൾ പലർക്കും പലതാണ് കിട്ടുന്നത്. എല്ലാവരും അവർക്ക് കിട്ടിയിട്ടുള്ള റെസിസ്റ്റൻസ്, അവർക്ക് തന്നിട്ടുള്ള വയറിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ച് ഇത്ര ഓം എന്ന് എഴുതി വെച്ചു. അപ്പോൾ റോ കണ്ടെത്താനായിട്ട് ഇവിടെ 6 കൊടുക്കാൻ പറ്റും. പിന്നെ ചെയ്യുന്നത്, ഇതിന് നമുക്ക് എന്ത് വേണം? ഇതിൻ്റെ ഏരിയ ക്രോസ് സെക്ഷൻ വേണം. വയർ എടുത്തിട്ട് സ്ക്രൂ ഗേജ് എന്ന് പറഞ്ഞ ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് തന്നിട്ടുള്ള വയറിൻ്റെ ഡയമീറ്റർ, ആ ഡയമീറ്ററിൻ്റെ പകുതി എടുത്താൽ ഈ വയറിൻ്റെ റേഡിയസ് കിട്ടും. എല്ലാവർക്കും റേഡിയസ് ഒരുപോലെ ആയിരിക്കുമോ കിട്ടുന്നത്? അല്ല, പലർക്കും ചിലപ്പോൾ പല വണ്ണമുള്ള വയറായിരിക്കും. ആ റേഡിയസ് കിട്ടിക്കഴിഞ്ഞാൽ πr² എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വയറിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കിട്ടി, ഇത്ര m² എന്ന് കിട്ടി. അതെല്ലാവർക്കും ഒരുപോലെ ആയിരിക്കുമോ കിട്ടുന്നത് ലാബിലിരിക്കുന്ന? അല്ല, പലർക്കും പല വണ്ണമുള്ള വയറാണെങ്കിൽ വ്യത്യാസം വരും. പിന്നെ ഒരു സ്കെയിൽ എടുത്തങ്ങോട്ട് വെച്ച് നിങ്ങൾക്ക് തന്നിട്ടുള്ള വയറിൻ്റെ നീളം കണ്ടെത്തും. അപ്പോൾ എല്ല് കണ്ടെത്തി. അത് ഇത്ര വയർ സ്കെയിൽ വെച്ച് അളക്കുമ്പോൾ സെൻറ്റിമീറ്ററിലാണ്, അതിനെ മീറ്റർ ആക്കിയിട്ട് എഴുതി, ഇത്ര മീറ്റർ എന്ന് കിട്ടി എഴുതി വെച്ചു. എല്ലാവർക്കും എല്ല് സെയിം ആയിരിക്കുമോ കിട്ടുന്നത്? അല്ല, പലർക്കും പല നീളമുള്ള വയറായിരിക്കും. എന്നിട്ട് നിങ്ങൾ ഓരോരുത്തരും ചെയ്യാൻ പോകുന്നത് റെസിസ്റ്റിവിറ്റി കണ്ടെത്താനായി റോ = നിങ്ങൾക്ക് കിട്ടിയ 6 ഓമിൽ ഇങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നിങ്ങൾക്ക് കിട്ടിയ എല്ല് നിങ്ങൾ m² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഏരിയ m² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എല്ല് മീറ്ററിൽ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾക്കൊരു വാല്യൂ കിട്ടി. എത്രയോ ഡാഷ് എന്തായിരിക്കും യൂണിറ്റ്? മീറ്ററും ഈ മീറ്ററും കട്ട് ചെയ്തു ഓം മീറ്റർ എന്നായിരിക്കും റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് കിട്ടുക. നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയത് ഒരുപോലെ ആയിരിക്കുമോ? നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയത് ഒരുപോലെ ആയിരിക്കുമോ? ആയിരിക്കും. ഇതുവരെ നിങ്ങളുടെ കിട്ടിയ 6, 7, എല്ലാം ഒക്കെ വ്യത്യാസമാണെങ്കിൽ പോലും ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഈ വാല്യൂ എല്ലാവർക്കും സെയിം ആയിരിക്കും. കാരണം ഈ കിട്ടിയത് റെസിസ്റ്റിവിറ്റിയാണ്. ആരുടെ? സിൽവറിൻ്റെ. കാരണം നിങ്ങൾക്ക് എല്ലാവരുടെയും കയ്യിലിരിക്കുന്നത് സിൽവർ വയറാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയത് സിൽവറിൻ്റെ റെസിസ്റ്റിവിറ്റിയാണ്. സെയിം ആയിട്ടേ കിട്ടണം. എത്ര ഡിഗ്രിയിൽ? 32 ഡിഗ്രിയിൽ സിൽവറിൻ്റെ റെസിസ്റ്റിവിറ്റിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയത്. അതെല്ലാം സെയിം ആയിരിക്കണം. അപ്പോൾ റെസിസ്റ്റിവിറ്റി ഓഫ് സിൽവർ കിട്ടി, നിങ്ങൾക്ക് എല്ലാം കിട്ടിയ റിസൾട്ട് സെയിം ആണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കാം, എന്താ സാറേ ആറും എയും എല്ലും ഒക്കെ വ്യത്യാസമായിരുന്നല്ലോ, നമുക്ക് പിന്നെ എങ്ങനെ റോ സെയിം കിട്ടിയേ? ചിലർക്ക് എല്ല് കൂടുതലുള്ള ആളുകളെ സംബന്ധിച്ച്, ലെങ്ത് കൂടുതലുള്ള വയർ കിട്ടിയവരെ സംബന്ധിച്ച് അവർ കണ്ടുപിടിച്ച 6 കൂടുതലായിരിക്കും.
ലെങ്ത് കുറഞ്ഞ വയർ കിട്ടിയവരെ സംബന്ധിച്ച് 6 കണ്ടുപിടിച്ചപ്പോഴും കുറവായിരിക്കും. സോ ദാറ്റ് റോ റിമൈൻസ് എ കോൺസ്റ്റന്റ്. കാരണം നിങ്ങൾ എല്ലാവർക്കും തന്നിരിക്കുന്നത് സിൽവർ വയർ ആയതുകൊണ്ട് നിങ്ങൾ കണ്ടുപിടിച്ചത് സിൽവറിൻ്റെ തന്നിട്ടുള്ള വയറിൻ്റെ അല്ല, വയർ ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയലിൻ്റെ റെസിസ്റ്റിവിറ്റി, ദാറ്റ് ഈസ് എ കോൺസ്റ്റന്റ്. 32 ഡിഗ്രി സെൽഷ്യസ് ആയതുകൊണ്ടാണ് നിങ്ങളോട് പറയുകയാണ് ഈ പറയുന്ന അതേ സിൽവർ വയർ ഉപയോഗിച്ച് നിങ്ങൾ റെസിസ്റ്റിവിറ്റി വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യാണ്. റൂമിൻ്റെ ടെമ്പറേച്ചർ 35 ആക്കി വെച്ചിട്ട് ഈ എക്സ്പെരിമെന്റ് വീണ്ടും റിപ്പീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് റെസിസ്റ്റിവിറ്റി കിട്ടും. ആരുടെ? സിൽവറിൻ്റെ. എത്രയിലെ? 35 ഡിഗ്രി സെൽഷ്യസിലെ. അത് നിങ്ങൾക്ക് നേരത്തെ കിട്ടിയ റോ തന്നെ ആയിരിക്കുമോ കിട്ടുന്നത്? അന്ന് ആലോചിച്ച് നോക്ക്. എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ എന്തിലൊക്കെ വ്യത്യാസം ഉണ്ടാവും? 32 നിന്ന് ടെമ്പറേച്ചർ 35 മാറിയത് കൊണ്ട് ഏരിയയ്ക്കും ലെങ്തിനും ഒന്നും വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷേ ടെമ്പറേച്ചർ മാറുമ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന റെസിസ്റ്റൻസിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും കാൽക്കുലേറ്റ് ചെയ്യുന്ന റെസിസ്റ്റൻസിൽ വ്യത്യാസം ഉണ്ടാകുമ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന റോയിലും അതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. റോ നേരത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇപ്പം നിങ്ങൾക്ക് കിട്ടിയത് സിൽവറിൻ്റെ റെസിസ്റ്റിവിറ്റിയാണ്, പക്ഷേ എത്രയിലാണ്? 35. അപ്പോൾ 32 ഡിഗ്രി സെൽഷ്യസിലെ സിൽവറിൻ്റെ റെസിസ്റ്റിവിറ്റി ആണോ 35? അല്ല. നിങ്ങളെല്ലാവരും പല ലെങ്തും വയറും വണ്ണമുള്ള വയറാണ് ഉപയോഗിച്ചത്. കിട്ടിയത് സിൽവറിൻ്റെതായതുകൊണ്ട് അതെല്ലാവർക്കും ഒരുപോലെ കിട്ടും. മനസ്സിലായല്ലോ? ഇത് ലാബിൽ ചെയ്യാനുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ ഒരു മെറ്റീരിയലിനെ സംബന്ധിച്ച് റെസിസ്റ്റിവിറ്റി എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. ആ റെസിസ്റ്റിവിറ്റി, മെറ്റീരിയലിൻ്റെ റെസിസ്റ്റിവിറ്റി മാറണമെങ്കിൽ ആ മെറ്റീരിയലിൻ്റെ ടെമ്പറേച്ചർ മാറ്റിയേ പറ്റുള്ളൂ. ഓക്കെ, ഇതാണ് റെസിസ്റ്റിവിറ്റിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു സംഗതി. ഓർത്തോണം, ലാബിൽ ചെയ്യാനും ഉള്ളതാണെന്ന് ഓർത്തോണം. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരു റെസിസ്റ്റിവിറ്റി റിലേറ്റ് ചെയ്യുന്ന ഒരു കാര്യം കൂടെ നമുക്ക് പറയാം. നമ്മൾ കറണ്ട് എന്ന് പറയുന്ന സാധനം ഒരു സർക്യൂട്ടിൽ കൂടെ അല്ലെങ്കിൽ ഒരു വയറിലൂടെ കറണ്ട് ഒഴുകുന്നു. ഈ വയറിലൂടെ ഏരിയ ക്രോസ് സെക്ഷനുള്ള ഈ വയറിലൂടെ 5 ആമ്പിയർ കറണ്ട് ഒഴുകുന്നുണ്ട്. ഈ കറണ്ടിന് ഡയറക്ഷനും ഉണ്ട്, ഒഴുകുന്നതിൻ്റെ ഡയറക്ഷനും ഉണ്ട്, മാഗ്നിറ്റ്യൂഡും ഉണ്ട്. എന്നാലും കറണ്ട് എന്താണ്? സ്കലാർ ക്വാണ്ടിറ്റിയാണ്. കറണ്ട് ഈസ് എ സ്കലാർ ക്വാണ്ടിറ്റി. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് എ സ്കലാർ ക്വാണ്ടിറ്റി. ഓംസ് ലോ പറയുന്നത് എന്തുവാ? The current passing through a metallic conductor is directly proportional to potential difference. I proportional to V. Iയും സ്കലാറാണ്, വിയും സ്കലാറാണ്. അപ്പോൾ ഓംസ് ലോ ഒരു സ്കലാർ ഫോമാണ് നമ്മൾ പഠിച്ചത്. I പ്രൊപ്പോർഷണൽ ടു വി ആയിരിക്കും. ഒരു കണ്ടക്ടറിൽ ഒഴുകുന്ന കറണ്ട് അതിൻ്റെ 2 എൻഡുകളിൽ നമ്മൾ കൊടുത്ത പൊട്ടൻഷ്യൽ ഡിഫറൻസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇപ്പോൾ ഈ കറണ്ട് 5 ആമ്പിയർ ഇതിനകത്തുണ്ടെന്ന് വിചാരിച്ചാൽ പുതിയൊരു ക്വാണ്ടിറ്റി ഡിഫൈൻ ചെയ്യാൻ പോവാണ്. സർക്യൂട്ടിൽ ഒഴുകുന്ന കറണ്ടിനെ, കണ്ടക്ടറിൽ ഒഴുകുന്ന കറണ്ടിനെ കണ്ടക്ടറിൻ്റെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. കറണ്ട് പെർ യൂണിറ്റ് ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോകുന്നു. ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ ക്വാണ്ടിറ്റിയെ വിളിക്കുന്ന പേര് കറണ്ട് ഫ്ലോയിങ് ത്രൂ യൂണിറ്റ് ഏരിയ ക്രോസ് സെക്ഷൻ. അതിനെ വിളിക്കുന്ന പേര് കറണ്ട് ഡെൻസിറ്റി ജെ എന്നാണ്. കറണ്ട് ഡെൻസിറ്റി ജെയുടെ യൂണിറ്റ് എന്തുമായിരിക്കും? കറണ്ടിൻ്റെ യൂണിറ്റ് ആംബിയർ, ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ. ആംബിയർ പെർ മീറ്റർ സ്ക്വയർ ആയിരിക്കും. ഈ കറണ്ട് ഡെൻസിറ്റി ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. Current is a scalar quantity, but current density is a vector quantity. Area vector. Current density is a vector quantity. J is a vector quantity. ഇനി നമ്മൾ ഓംസ് ലോ വേറെ രീതി പറയാൻ പോവാണ്. സ്കലാർ ഫോം പറഞ്ഞത് I proportional to V, I is equal to 1/R into V. 1/R വിളിച്ചത് കണ്ടക്റ്റൻസ് എന്നാണ്. അതിൻ്റെ റെസിപ്രോക്കലായ R വിളിച്ചതാണ് റെസിസ്റ്റൻസ് എന്ന്. ഈ R ആണ് റെസിസ്റ്റൻസ്, 1/R കണ്ടക്റ്റൻസ് ആണ്. ഈ കണ്ടക്ടറിൽ കൂടെ കറണ്ട് ഒഴുകുമ്പോൾ ഈ കണ്ടക്ടറിന്റെ 2 എൻഡുകൾ തമ്മിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുമ്പോഴാണല്ലോ കറണ്ട് ഒഴുകുന്നത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുമ്പോൾ കണ്ടക്ടറിനകത്ത് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുന്ന കഥ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ. ആ ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഞാൻ പറയുന്നത് ഈ ഐക്ക് പകരം കറണ്ട് അളക്കുന്നതിന് പകരം ഞാൻ ഈ സർക്യൂട്ട് കണ്ടക്ടറിൽ ഒഴുകുന്ന കറണ്ടിന്റെ ഡെൻസിറ്റി ജെ അളക്കുന്നു. കറണ്ട് ഡെൻസിറ്റി വെക്റ്റർ ജെ is proportional to electric field E. J proportional to E. ഒരു കണ്ടക്ടറിലുള്ള കറണ്ടിന്റെ ഡെൻസിറ്റി, കറണ്ട് ഫ്ലോയിങ് പെർ യൂണിറ്റ് ഏരിയ is found to be proportional to the electric field inside the conductor. How electric field is created? കറണ്ട് ഒഴുകണമെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യണം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്താൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. J proportional to E. J is equal to 1/ρ into E. പ്രൊപ്പോർഷണാലിറ്റി സൈൻ കൊടുത്തു. ഈ 1/ρയെ വിളിക്കുന്ന പേര് കണ്ടക്ടിവിറ്റി എന്നും റോയെ വിളിക്കുന്ന പേര് നേരത്തെ പറഞ്ഞ റെസിസ്റ്റിവിറ്റി എന്നുമാണ്. റോ ഈസ് ദ റെസിസ്റ്റിവിറ്റി. ഇത് മൊത്തം സ്കലാർ ക്വാണ്ടിറ്റി.
അതുമായി ബന്ധപ്പെട്ട് പ്രൊപ്പോർഷണൽ കോൺസ്റ്റന്റിൽ വന്നത് 1/r കണ്ടക്ടൻസ്, അതിന്റെ റെസിപ്രോക്കൽ റെസിസ്റ്റൻസ്. ഇത് ഐക്ക് പകരം കറണ്ട് ഡെൻസിറ്റി, അപ്പോൾ വിക്ക് പകരം ഇലക്ട്രിക് ഇന്റൻസിറ്റി. ജെ പ്രൊപ്പോർഷണൽ ടു ഇന്റൻസിറ്റി ആണ്. ജെ ഇസ് ഈക്വൽ ടു 1/ρ ഇൻറ്റു ഇ, റോ ഇസ് എ കോൺസ്റ്റന്റ് കോൾഡ് റെസിസ്റ്റിവിറ്റി. ആ റെസിസ്റ്റിവിറ്റി എന്തിനെയൊക്കെ ആശ്രയിച്ചിരിക്കുമെന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ എന്നോട് ചേർത്ത് പറയാനുള്ളത്, മൊബിലിറ്റി എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്. മൊബിലിറ്റി എന്താണ്? മൊബിലിറ്റി എന്ന് പറയുന്നത്, മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഒരു കണ്ടക്ടറിൻ്റെ ക്രോസ് ആയിട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുന്നു, കണ്ടക്ടറിൽ കൂടെ കറണ്ട് ഒഴുകുന്നു. കറണ്ട് ഒഴുകുക എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണുകൾ ഡ്രിഫ്റ്റ് ചെയ്ത് പോകുന്നു. അപ്പോൾ ഇലക്ട്രോണുകൾ ഡ്രിഫ്റ്റ് ചെയ്ത് പോകുന്ന ഒരു വെലോസിറ്റി വി ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞൊരു ഡ്രിഫ്റ്റ് വെലോസിറ്റിയെ കുറിച്ച് പറഞ്ഞു. ഇലക്ട്രോൺ ഡ്രിഫ്റ്റ് ഉണ്ടായ കാരണം പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്തതിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായതാണ്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത ഇലക്ട്രിക് ഫീൽഡ് ഇ ആണ്. ഇതിനകത്തുണ്ടായ ഇലക്ട്രിക് ഫീൽഡ് ഇ ആണ്. ഡ്രിഫ്റ്റ് ചെയ്ത വെലോസിറ്റി വി ഡി ആണ്. ഈ വി ഡിയെ, ഡ്രിഫ്റ്റ് വെലോസിറ്റിയെ അങ്ങനെയുള്ള ഇലക്ട്രിക് ഫീൽഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇതിനെ വിളിക്കുന്ന പേരാണ് മൊബിലിറ്റി, മ്യൂ ഓഫ് ദ കണ്ടക്ടർ. ഇലക്ട്രോണുകളുടെ മൊബിലിറ്റി എന്ന് വിളിക്കുന്നു. മൊബിലിറ്റി മ്യൂ ഇസ് ഈക്വൽ ടു വി ഡി ബൈ ഇറ്റ് ഈസ് ദ ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്നാണ്. മൊബിലിറ്റി കൂടുതലാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു കണ്ടക്ടറിനകത്ത് ഇലക്ട്രോണുകളുടെ മൊബിലിറ്റി കൂടുതലാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ മൊബിലിറ്റി കൂടുക എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് കുറവും ഡ്രിഫ്റ്റ് ചെയ്യുന്ന വെലോസിറ്റി കൂടുതലുമാണെന്നാണ്. എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്താൽ പോലും നന്നായി ഡ്രിഫ്റ്റ് ചെയ്ത് പോകും. മൊബിലിറ്റി കൂടുതലാണ്. മൊബിലിറ്റി കുറവാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ മ്യൂ കുറയണമെങ്കിൽ ഡിനോമിനേറ്റർ കൂടിയിരിക്കണം, ന്യൂമറേറ്റർ കുറഞ്ഞു ഇരിക്കണം. എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇ കൊടുത്താൽ മാത്രമേ അതിനകത്തൂടെ ഡ്രിഫ്റ്റ് ചെയ്ത് പോകത്തുള്ളൂ. മൊബിലിറ്റി വളരെ കുറവാണ്. മൊബിലിറ്റിയും കൂടെ ആലോചിച്ചോണം. മൊബിലിറ്റിയുടെ യൂണിറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് എന്തുവാ? ന്യൂട്ടൺ പെർ കൂളംബ് അഥവാ വോൾട്ട് പെർ മീറ്റർ എന്നാണ് നമ്മൾ എഴുതിയത്. വോൾട്ട് പെർ മീറ്റർ. കാരണം വി ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഡി ആണ്. അപ്പോൾ ഇ ഇസ് ഈക്വൽ ടു വി ബൈ ഡി ആണ്. വിയുടെ യൂണിറ്റ് വോൾട്ട് ആണ്, ഡിയുടെ യൂണിറ്റ് മീറ്റർ ആണ്. വോൾട്ട് പെർ മീറ്റർ. അപ്പോൾ വോൾട്ട് പെർ മീറ്റർ എന്ന് എഴുതാം. ഈ മീറ്റർ വേണമെങ്കിൽ മോളിൽ പോകാം. മോളിൽ പോയാൽ മീറ്റർ സ്ക്വയർ എത്തും. പിന്നെ വോൾട്ട് സെക്കൻഡ് താഴെയും കിടക്കും. ഇതാണ് മൊബിലിറ്റിയുടെ യൂണിറ്റ്. മൊബിലിറ്റിക്ക് വേണമെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ കൂടെ വെറുതെ എഴുതാം. മൊബിലിറ്റി മ്യൂ ഇസ് ഈക്വൽ ടു ഡ്രിഫ്റ്റ് വെലോസിറ്റി ഡിവൈഡഡ് ബൈ ഇലക്ട്രിക് ഫീൽഡ് എന്നാണെന്ന് എഴുതിയത്. ആ ഡ്രിഫ്റ്റ് വെലോസിറ്റി വി ഡിയുടെ ഒരു ഇക്വേഷൻ നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. ഇ ബൈ എം ഇൻറ്റു ടോ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ ഇ എന്ന് എഴുതാം. അപ്പോൾ ഈ ഇയും കൂടെ കട്ട് ചെയ്ത് പോകും. ദാറ്റ് ഈസ് മൊബിലിറ്റി മ്യൂ ഇസ് ഈക്വൽ ടു ഇ ടോ ഡിവൈഡഡ് ബൈ എം എന്നാണ്. ഇതിൽ ഇയും എമ്മും ഇലക്ട്രോണിൻ്റെ ചാർജും മാസും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ടോയുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് മൊബിലിറ്റി. അതായത് ഇലക്ട്രോണുകൾ, ഫ്രീ ഇലക്ട്രോൺ ഇതിനകത്തൂടെ പോകുന്നത് ടോയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ടോയുമായി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് മൊബിലിറ്റി. അപ്പോൾ ടോ ടെമ്പറേച്ചർ കൂടിയാൽ ടോ കുറയും. ഈ കണ്ടക്ടറിൻ്റെ ടെമ്പറേച്ചർ കൂടിയാൽ ടോ കുറയും. ടോ കുറഞ്ഞാൽ മൊബിലിറ്റിയും കുറയും. അപ്പോൾ ഈ കണ്ടക്ടറിനകത്ത് ടെമ്പറേച്ചർ കൂട്ടിയാൽ ഇലക്ട്രോണുകൾക്ക് പോകാനുള്ള മൊബിലിറ്റി കുറയും. ടെമ്പറേച്ചർ കൂട്ടിയാൽ മൊബിലിറ്റി കുറയുക എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് കൂടുക എന്നർത്ഥം. അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടിയാൽ റെസിസ്റ്റൻസ് കൂടുന്നതിൻ്റെ കാരണം അതാണ്. ഒരു കണ്ടക്ടറിൻ്റെ ടെമ്പറേച്ചർ കൂട്ടിയാൽ അതിനകത്തുള്ള ഇലക്ട്രോണുകളുടെ മൊബിലിറ്റി കുറയും, മൂവ് ചെയ്ത് പോകാനുള്ള ടെൻഡൻസി കുറയും. എന്താണെന്നറിയാമോ? കണ്ടക്ടറിൻ്റെ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ഇവയുടെ റാൻഡം മോഷൻ കൂടുമ്പോൾ കൂട്ടിയിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ സ്വതന്ത്രമായി പോകാൻ പറ്റില്ല. അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ മൊബിലിറ്റി കുറയുകയാണ്. ഇത് എങ്ങനെ മനസ്സിലായി? മൊബിലിറ്റി കുറയാൻ ടെമ്പറേച്ചർ കൂട്ടുമ്പം റിലാക്സേഷൻ ടൈം ടോ കുറയുന്നു. ടോ കുറയുമ്പോൾ മൊബിലിറ്റി കുറയും. മൊബിലിറ്റി കുറഞ്ഞാൽ ഒഴുകാൻ പറ്റത്തില്ല. ദാറ്റ് ഈസ് റെസിസ്റ്റൻസ് കൂടും. ഇത്രയുമാണ് മൊബിലിറ്റിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്.